നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NRI സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ കോളേജുകളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും എങ്ങനെയാണ് NRI സീറ്റുകൾ വാങ്ങുന്നത്, അഥവാ NRI സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ പരക്കെ ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണ പറയട്ടെ. ഉയർന്ന സാലറി വാങ്ങുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഉയർന്ന പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്കും മാത്രമേ NRI സീറ്റുകൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ പരക്കേണ്ട. അത് ശരിയല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നത് ഒരു ചിന്തയുണ്ടാവും ആളുകൾക്ക്. ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് വലിയ ബെനിഫിറ്റുകളൊന്നും പറയാനായിട്ടില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ശരിക്കും പറഞ്ഞത് ലോസാണ്, വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വീടിനടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കാൻ സാധിക്കും. വിദേശ രാജ്യത്തേക്കോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തേക്കൊക്കെ പോവാതെ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ആർക്കൊക്കെ ഇത് സ്പോൺസർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം മക്കൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. നമ്മളെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഡയറക്റ്റ് ബ്ലഡ് റിലേഷനിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ മക്കൾക്കൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സീറ്റ് വാങ്ങാനായിട്ട് സാധിക്കും. അതിനെന്തൊക്കെ ഡോക്യുമെൻറ്റേഷനാണ് വേണ്ടത് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് മസ്റ്റായിട്ടും വേണം. അതിൻ്റെ കോപ്പി, സ്കാൻഡ് കോപ്പിയാണ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒന്നെങ്കിൽ വർക്ക് പെർമിറ്റ്, അല്ലെങ്കിൽ സിവിൽ ID കോപ്പി, അല്ലെങ്കിൽ വിസയുടെ കോപ്പി. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പാസ്പോർട്ട് സൈഡിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അഥവാ ഇപ്പോൾ UK ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ റെസിഡൻസ് പെർമിറ്റിൻ്റെ കോപ്പി, അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ഉള്ള രാജ്യമാണെങ്കിൽ റെസിഡൻസ് പെർമിറ്റിൻ്റെ കോപ്പി ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് എംപ്ലോയ്മെൻറ്റ് പ്രൂഫാണ്. എംപ്ലോയ്മെൻറ്റ് പ്രൂഫായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജോബ് കോൺട്രാക്റ്റ് വേണം. ഇപ്പോൾ ഒരു കമ്പനിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ ജോബ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഫോർ എക്സാമ്പിൾ ഇസ്രായേലിലെ കെയർ ഗീവർ സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ജോബ് കോൺട്രാക്റ്റും വേണം. പ്ലസ് അയാളിപ്പോൾ ഒരു എംപ്ലോയർ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയറുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററും നമുക്ക് വേണ്ടി വരും. അത് ജസ്റ്റ് ഒരു A4 ഷീറ്റിൽ പേനയ്ക്ക് എഴുതിയതായാലും മതി. അതിനകത്ത് എംപ്ലോയറുടെ സൈൻ ഉണ്ടായിരിക്കണം. അതൊരു സപ്പോർട്ടിംഗ് പ്രൂഫായിട്ട് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അത് ഇന്ത്യൻ എംബസിൽ, ഏത് രാജ്യത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത് അവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സപ്പോർട്ടിംഗ് പ്രൂഫായിട്ട് ചില സമയത്ത് കൊടുക്കേണ്ടി വരും. ജനറലി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ജോബ് കോൺട്രാക്റ്റിൻ്റെ കോപ്പി നമുക്ക് വേണം, നേരത്തെ പറഞ്ഞല്ലോ. അതും ഇന്ത്യൻ എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പ്രൂഫ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് നമ്മുടെ നാട്ടിലെ വില്ലേജിൽ നിന്ന്, ഇപ്പോൾ വിദേശത്ത് ആരാണോ ഉള്ളത് നമ്മുടെ അയാളും ഈ സ്റ്റുഡൻറ്റുമായിട്ടുള്ള റിലേഷൻ എന്താണോ അത് കാണിക്കുന്ന റിലേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട്ടിലെ വില്ലേജിൽ നിന്ന് കിട്ടും. അത് നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ NRI സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നമുക്ക് ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് NRI സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് അവർ അറ്റസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്, പ്രൂഫ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ആയിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അന്വേഷിക്കുക, NRI സീറ്റ് അവൈലബിൾ ആണോ എന്നത് കാര്യം അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം ഇതാണ് ജനറലി വരുന്ന ഡോക്യുമെൻറ്റേഷൻ. ഇതല്ലാതെ ചില സമയത്ത് ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അഡീഷണൽ ക്ലോസും അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള അറ്റസ്റ്റഡ് പ്രൂഫുകളോ അല്ലെങ്കിൽ അതുപോലത്തെ ഡോക്യുമെൻറ്റുകളൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അത് വളരെ റെയർ ആയിട്ടുള്ളൂ. ജനറലി ഇത്തരം കാര്യങ്ങളെ ആവശ്യമായിട്ട് വരുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് NRI സീറ്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ ചാനൽ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.